ഇതൊരു മിസ്റ്ററി അല്ല, ഒരു ചെറിയൊരു ലവ് സ്റ്റോറി പരിപാടിയാണ്. പടം കഴിഞ്ഞ അന്ന് തന്നെ ഫസ്റ്റ് ഡേ തന്നെ മമ്മൂക്കയുടെ വീട്ടിൽ പോയി. നമ്മൾ കണ്ടു, ഞാനൊക്കെ മറ്റേ മമ്മൂക്ക നമ്മളിങ്ങനെ അത്ര ക്ലോസ് ആയിട്ട് കണ്ടിട്ടില്ലല്ലോ. ലൊക്കേഷനിലപ്പോ ഒരിക്കലും മമ്മൂക്കയായിട്ട് ഒരു ഇന്ററാക്ഷനോ വന്നിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാ കാണും പോണോ? സ്ക്രീനിൽ വന്നപ്പം മനോജ് ചേട്ടനെ വിളിച്ചെൻ്റെ അടുത്ത് പറഞ്ഞടാ രസമായി. പുള്ളി എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു ഭയങ്കര കുറേ പേര് ചോദിച്ചു, അപ്പോൾ പുള്ളീനെ പോലെ സിമിലാരിറ്റി ഉണ്ടെന്ന് ഫീൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അത് ഭയങ്കര ഭാഗ്യമാണ് നമുക്ക് അങ്ങനെയൊക്കെ ആ ക്യാരക്ടർ വർക്കായതും ആളുകൾക്ക് അങ്ങനെ ഒരേപോലെ കാണാൻ തോന്നുന്നു പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം. പുതിയ പ്രൊഡക്ഷൻ വന്നിട്ടാണ് ഇതിലേക്ക് വന്നത്. അങ്ങനെയാണ് അത് ഡിലേ ആയത്. പക്ഷേ ഡിലേ എനിക്ക് നന്നായി, എനിക്ക് കിട്ടിയല്ലോ. സിദ്ധാർത്ഥേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞ എൻ്റെ മനസ്സിലൊക്കെ ഭയങ്കര പേടിയായിരുന്നു. കാണുന്ന പോലെ നല്ല അവൻ്റെ ഇച്ചിനോട്ടെ കുറച്ച് പ്ലാൻ എന്ന് പറഞ്ഞ മാതിരി അയാൾ ഭയങ്കര നല്ല മനുഷ്യനാണ്, നല്ല രസമാണ് പുള്ളി. പറന്ന് പറന്ന് ചെല്ലാം എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി നമുക്കൊപ്പം ഉള്ളത് ഉണ്ണിലാലു ആണ്. ഹലോ. നമുക്ക് ഉണ്ണിലാലുവിനെ ആസിഫിക്ക കൊണ്ട് പറഞ്ഞ പോലെ ഇനി ഉണ്ണിക്ക് മറ്റേ ഷോർട്ട് ഫിലിംസിന്റെ ഐഡന്റിറ്റി ഒന്നും വേണ്ട, രേഖാചിത്രത്തിലൂടെയാണ് ഇനി ഉണ്ണി അറിയപ്പെടുക പറഞ്ഞിട്ടുണ്ട്. ശരിക്കും രേഖാചിത്രം കരിയറിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയോ? ഭയങ്കര മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു സന്തോഷം ഉണ്ടല്ലേ? പിന്നെ ഉറപ്പായിട്ടും, കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ചേഞ്ച് വരുന്നുള്ളൂ. അപ്പം സിനിമ ചെയ്യുമ്പോൾ വരെ ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഇങ്ങനൊരു ഭയങ്കരമായിട്ട് ചേഞ്ച് എൻ്റെ ലൈഫിൽ ഉണ്ടാക്കുന്നുള്ളത്. ഇപ്പൊ ആസിഫൊക്കെ പറഞ്ഞ പോലെ പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും പടം കൊള്ളായിരുന്നു, ക്യാരക്ടർ കൊള്ളായിരുന്നു, നല്ല രസമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ ആസിഫിക്ക് ഭയങ്കരമായിട്ട് വലിയൊരു പങ്കുണ്ട്. കാരണം ആ ക്യാരക്ടർ ഞാനാണെന്ന് അറിയുന്നത് ആസിഫിക്കാണ്. മീൻസ് ആസിഫ് ഖാൻ ആ മീറ്റിൽ പറഞ്ഞുകൊണ്ടുകൂടെ ആളുകൾ അറിഞ്ഞത് ഞാനാണ് ആ ക്യാരക്ടർ ചെയ്തത് എന്നുള്ളത്. അപ്പൊ അതിന്റെ ലൈഫിൽ ഉണ്ടാക്കിയ വലിയൊരു മാറ്റമാണ്. ഓക്കെ, ഇപ്പൊ 15 വർഷത്തിന് ശേഷം സിനിമയുടെ പുറകെ നടന്നിട്ട് ഇപ്പൊ ഈ പുതുവർഷം തുടങ്ങിയ സമയത്ത് വലിയൊരു ഹിറ്റാണ് ഉണ്ണിക്ക് കിട്ടിയത്. ഇപ്പൊ അടുത്ത പറന്ന് പറന്ന് ചെല്ലാന്ന് പറയുന്ന സിനിമയിൽ നായകനും എന്താണ് ആ ഒരു മാറ്റം കാണുന്നത്? എന്താണ് 2025 രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു, അങ്ങനെ ഉള്ളൂ. അതായത് നമ്മൾ ഇത്രയും ഇപ്പം കുറെ ചെയ്ത സിനിമകൾ, ഇപ്പൊ ഞാൻ ഒരുപാട് സിനിമ ചെയ്തിട്ടില്ല, ലിമിറ്റഡ് ആയിട്ടുള്ള സിനിമയെ ചെയ്തിട്ടുള്ളൂ. അപ്പം ചെയ്ത സിനിമകളൊക്കെ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. പക്ഷെ അത് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ 2025 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഹിറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി സംഭവമാണ്. ഏതൊരു സിനിമ മോഹി ആഗ്രഹിക്കുന്ന. പിന്നെ ഇപ്പോൾ വരുന്ന സിനിമ ഇപ്പോൾ പറന്ന് പറന്നാണെങ്കിലും അതൊരു നല്ല സിനിമയാണ്, ഒരു ഭയങ്കര രസമുള്ള സിനിമയാണ്. അത് അടുപ്പിച്ച് റിലീസ് ആവുന്നു. അപ്പൊ അതൊക്കെ ഒരു സിനിമക്കാരനെ സംബന്ധിച്ചോളം ഭയങ്കര ഡ്രീമി മൊമെന്റ് ആണ്. എങ്ങനെയാണ് ഈ നേരത്തെ ഇതിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഉണ്ണിക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചിട്ടുള്ളത് സിനിമയിൽ ഉണ്ണി ഉണ്ടാക്കിയെടുത്ത ഒരു സൗഹൃദങ്ങൾ മൂലമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് ഉണ്ണി എത്തിയത്? അപ്പുച്ചേട്ടൻ എന്നൊരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ പുള്ളി എന്നെ വിളിച്ചിങ്ങനെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് എനിക്കിത് ആക്ച്വലി കുറച്ച് മുമ്പ് എന്നെ വിളിച്ച കൂടാ. ആ സമയത്ത് ഞാനൊരു ക്യാരക്ടർ റോളായിരുന്നു. അതായത് ഹീറോയുടെ കൂട്ടുകാരനായിട്ടൊരു ക്യാരക്ടറായിരുന്നു ഞാൻ പറന്ന് പറഞ്ഞ് ചെയ്തോണ്ടിരുന്നത്. പക്ഷേ കുറെ കഴിഞ്ഞ് രേഖയൊക്കെ ഇറങ്ങി. അപ്പൊ ഈ സിനിമ ഡിലേ ആയി. രേഖയൊക്കെ ഇറങ്ങിയ സമയത്ത് ജിഷ്ണു എന്നെ അപ്രോച്ച് ചെയ്താൽ ലീഡായിട്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ കഥ കേട്ടപ്പോൾ നല്ല രസമുള്ള കഥയാണ്. അപ്പൊ ഞാൻ പിന്നെ എന്താ ലീഡായി ചെയ്ത് എനിക്കിപ്പോ എന്താ കുഴപ്പം, അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് ലാഭമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ശരി ചെയ്യാം. അപ്പൊ നല്ല ഇപ്പൊ ചെയ്ത ഡിഫറെന്റ് ആയിട്ടൊരു ക്യാരക്ടറാണ്. സാധാരണ ഞാൻ ചെയ്ത എല്ലാത്തിനും ഒരു ഗ്രേ ഷെയ്ഡ് ഉണ്ട് എല്ലാ ക്യാരക്ടേഴ്സും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറച്ച് പ്ലസന്റ് ആയിട്ട് പടങ്ങൾ ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം, എന്റെ ഷോർട്ട് ഫിലിംസിലെ പോലെ. അതെ. അപ്പൊ ഇതൊരു ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള ഭയങ്കര നോർമലി ആയിട്ടുള്ള ഒരു സാധാരണക്കാരൻ പയ്യന്റെ ഒരു സ്റ്റോറി. അപ്പൊ അത് ഓക്കെ. ഇപ്പൊ നമ്മള് ചിത്രത്തിൻ്റെതായിട്ട് ഇറങ്ങിയിട്ടുള്ള ടീസർ ആണെങ്കിലും പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് വിഷ്വലി ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണുള്ളത്. ഈ സിനിമ എന്ന് പറയുന്നതും ഒരു മിസ്റ്ററി, ത്രില്ലിങ്, അങ്ങനത്തെ ഒരു മൂഡ് തരുന്ന ഒരു സിനിമയാണോ? അതായത് സത്യം പറഞ്ഞാൽ വിഷ്വലി ഭംഗിയുടെ കാര്യം മെയിൻ ഒരു പേരെടുത്ത് പറയണം, മധുവമ്പാട് സാറ്. മധു സാറാണ് അതിന്റെ ക്യാമറ ചെയ്തേക്കുന്നത്. അപ്പം നമ്മളൊക്കെ ചെറുപ്പം മുതലേ പുള്ളിയുടെ സിനിമകൾ കണ്ടിട്ടുള്ളത്, പുള്ളിയുടെ വിഷ്വൽ അതിൽ നിൽക്കാൻ പറ്റുക എന്നുള്ളതിന് വലിയ കാര്യമാണ്. അപ്പം ക്യാമറ പാട്ടിലാണെങ്കിലും അത് ഭയങ്കരമായിട്ട് നമുക്ക് കാണും. പാട്ടിൽ പുള്ളിയുടെ വിഷ്വൽ ഒരു ക്വാളിറ്റി നമുക്ക് അതിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു പരിപാടി. അപ്പം അതിൽ നിൽക്കാൻ പറ്റിയ ഭയങ്കര ഭാഗ്യമാണ്. പിന്നെ ഇതിന്റെ സബ്ജക്റ്റ് പറയുകയാണെങ്കിൽ ഇതൊരു മിസ്റ്ററി അല്ല, ഒരു ചെറിയൊരു ലവ് സ്റ്റോറി പരിപാടിയാണ്. ലവ് സ്റ്റോറിയിലൂടെ പരിപാടികൾ. അപ്പൊ അത് എലമെന്റ്സ് ഉണ്ട്. അതായത് ഈ പറഞ്ഞ ഒരു മിസ്റ്ററീസ് ഉണ്ട്, അതേപോലെ തന്നെ പാവക്കൂത്ത്, അതേപോലെ ഇങ്ങനത്തെ കുറെ ഗരുഡൻ തൂക്കം, അങ്ങനത്തെ കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള കലാരൂപങ്ങളും കൂടെ ഇതിൽ മിക്സഡ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ടോട്ടലി പറയുന്ന ഈ സിനിമ ലവ് സ്റ്റോറിയാണ്. അവിടെ സംഭവിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ സഞ്ചരിച്ചു പോകുന്ന പടമാണ് ഈ പടം. പിന്നെ നമുക്ക് അടുത്തത് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ സിദ്ധാർത്ഥ് ഭരതനാണ്. പുള്ളിന്റെ റീസെന്റ് ഇറങ്ങിയിട്ടുള്ള ഭ്രമയുഗ ആണെങ്കിലും സൂക്ഷ്മദർശിനി ആണെങ്കിലും പുള്ളി എടുക്കുന്ന ക്യാരക്ടേഴ്സ് ഭയങ്കര ഡിഫറെന്റ് ആണ്. ഇതിലുള്ള പുള്ളിന്റെ ഒരു ലുക്കും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ലുക്കാണ്. ഈ ടീച്ചറൊക്കെ കണ്ട സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു ആന്റഗോണിസ്റ്റ് പ്രൊട്ടഗോണിസ്റ്റ് ആ ഒരു ലെവലാണ് നിങ്ങൾ അങ്ങനത്തെ ആണെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ടായിരുന്നു പുള്ളിയുടെ കൂടെയുള്ള കോമ്പിനേഷൻ? കിടലാണ്. നമുക്ക് ആദ്യം തന്നെ സിദ്ധാർത്ഥേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞ എന്റെ മനസ്സിലൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ശരി, നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പേടിയോ. പിന്നെ പുള്ളി
വലിയൊരു ഇതെന്ന് വരുവാണ് പുള്ളിയുടെ ഫാദർ ആണെങ്കിലും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് പുള്ളി ഒരു വലിയൊരാളാണല്ലോ. അപ്പം പക്ഷെ പുള്ളി വന്ന സമയത്ത് പുള്ളി ഭയങ്കര കൂളായി, ഭയങ്കര ചില്ലായിരുന്നു. നമുക്ക് ലൊക്കേഷൻ സമയത്താണെങ്കിലും ഭയങ്കര ഒരു ബ്രദർഹുഡിനെ പോലെ നമ്മളെ ടേക്ക് കെയർ ചെയ്ത് എല്ലാ കാര്യത്തിലും നമ്മൾ സംസാരിച്ച് അങ്ങനെ ഒരു വൈബ് മനുഷ്യൻ. അതായത് നമ്മൾ മറ്റേ സോഷ്യൽ മീഡിയ പറഞ്ഞ പോലെ കാണുന്ന പോലെ ഒന്നല്ല, മറ്റേ ഇറ്റ്സ് നോട്ട് എ കുറച്ച പ്ലാൻ എന്ന് പറഞ്ഞ മാതിരി അയാൾ ഭയങ്കര നല്ല മനുഷ്യനാണ്. നല്ല രസമാണ് പുള്ളിയായിട്ട് നമുക്ക് സംസാരിച്ചാലിരിക്കാൻ പോലും ഭയങ്കര നൈസാണ്. ആ സെറ്റില് ഉണ്ണിക്ക് എന്താണ് പുള്ളിയുടെ കയ്യിൽ നിന്ന് ഭയങ്കര നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നടനാണല്ലോ. അപ്പൊ നമ്മള് കാണുമ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു നടനെ കാണുമ്പോൾ നമ്മൾ എന്തായാലും അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തും. ആ സെറ്റില് ഉണ്ണി സിദ്ധാർത്ഥിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരു കാര്യം, സിദ്ധാർത്ഥേട്ടൻ എന്ന് പറയാം, സിദ്ധാർത്ഥേട്ടൻ ഭയങ്കരമായിട്ട് തന്നെ മീൻസ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. പിന്നെ പുള്ളി പറയും ഇവിടെ മീൻസ് പുള്ളി പടങ്ങൾ വെച്ച് നമ്മളെ മാക്സിമം ഇനി നിനക്ക് മുമ്പോട്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ ഇനിയും സിനിമകൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പേര്. പിന്നെ പുള്ളി പറഞ്ഞു പുള്ളിയുടെ റിയൽ ലൈഫിൽ പുള്ളി ഒരു സമയത്ത് തകർന്ന് ആക്സിഡന്റ് ഒക്കെ പറ്റി സൈഡായിട്ട്, പിന്നെ പുള്ളി ഇപ്പോൾ വരുന്നത് ഒരു വൺ കംബാക്ക് ആണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുള്ളിയാണ് നമ്മളൊരു ഭയങ്കര ഇൻസ്പയർഡ് ആണ്. സീരിയസ്ലി പുള്ളി ഭയങ്കര ഇൻസ്പയർഡ് അല്ലേ. പുള്ളി കുറെ കാലം സിനിമ ചെയ്ത് പിന്നെ പുള്ളിന് കുറെ കാലം ഗ്യാപ്പ് ഇട്ടു, ആക്സിഡന്റ് ഒക്കെ പറ്റി, പിന്നെ പുള്ളി തിരിച്ചു വന്നു. ഇപ്പൊ പുള്ളിക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടുക. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ഇൻസ്പയർഡ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അത് അങ്ങനെ പുള്ളിയെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളിയോട് മിങ്കിൾ ചെയ്യുമ്പോൾ നമുക്ക് കുറെ സാധനങ്ങൾ കിട്ടും. അത് തന്നെ നൈസാണ്. ഈ പറന്ന് ചെല്ലാന്ന് പറഞ്ഞ സിനിമ ഡിലേ ആയി എന്ന് പറഞ്ഞല്ലോ, എന്തായിരുന്നു ഡിലേ ആവാനുള്ളൊരു എങ്ങനെ ഫസ്റ്റത്തേതാണോ? അതെ, പിന്നെ നായകൻ റോളിലേക്ക് ആരായിരുന്നു ആദ്യം സിനിമയിൽ നായകനായിട്ടുണ്ടായിരുന്നു? എനിക്ക് അറിയില്ല സത്യം പറഞ്ഞ. അന്ന് ഞാൻ ചോദിച്ചില്ല. അന്ന് വേറൊരു ആളായിരുന്നു, എനിക്കൊന്ന് പുതിയ ആളെന്നെ തോന്നുന്നു അന്ന് സമയത്ത്. അപ്പൊ അത് പിന്നെ വേറെന്തോ പ്രൊഡക്ഷൻ ആയിട്ട് അത് മുടങ്ങിയെന്ന് പറഞ്ഞു. പിന്നെ ഇത് പുതിയ പ്രൊഡക്ഷൻ വന്നിട്ടാണ് ഇതിലേക്ക് വന്നത്. അങ്ങനെയാണ് അത് ഡിലേ ആയത്. പക്ഷെ ഡിലേ ചെയ്ത് എനിക്ക് നന്നായി, എനിക്ക് കിട്ടിയല്ലോ. അപ്പൊ പ്രൊഡക്ഷൻ ഇഷ്യൂസ് കൊണ്ടാണ് ആ ചിത്രം. അതെ, ആദ്യം നമ്മൾ വേറൊരു പ്രൊഡക്ഷൻ ആയെന്ന് തോന്നുന്നു. അപ്പൊ പിന്നെ അത് മാറിയിട്ട് പുതിയ പ്രൊഡക്ഷൻ വന്നതാണ്. ഇതിപ്പോ ഫസ്റ്റ് പ്രൊഡക്ഷൻ ആണ്, ജെയിം ഇൻഫോടൈൻമെന്റ്സ് എന്ന് പറഞ്ഞ്. അപ്പം പുതിയ പ്രൊഡക്ഷനാണ് വരുന്നത്. അപ്പൊ അവര് പക്ഷെ നൈസാണ്, അവരെല്ലാം നല്ല രീതിയിലൊക്കെ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൊക്കേഷൻ ഫുൾ പാലക്കാടായിരുന്നു ചിത്രം? അതെ, ഫുൾ പാലക്കാടായിരുന്നു. പാലക്കാട് നല്ല രസമായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ കള്ളുഷാപ്പിലെ പാട്ടൊക്കെ ഞാൻ കേട്ട സമയത്ത് ഭയങ്കര ആ മലേന്റെ ഒക്കെ സൈഡൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. അതെ അതെ അതെ. എത്ര ദിവസത്തെ ഷെഡ്യൂൾ ഉണ്ടായിരുന്നു? ഒരു 30 ദിവസം ഉണ്ടായിരുന്നു. 30-31 ദിവസം അടുത്ത് ഷൂട്ട് പോയായിരുന്നു. നല്ലതായിരുന്നു. പാലക്കാടാകുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഇപ്പോഴും പാലക്കാട് ഒരു ഗ്രാമീണതയുടെ ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. അവിടെ നമ്മളിപ്പോൾ വൈകുന്നേരങ്ങളൊക്കെ ഷൂട്ടില്ലെങ്കിലും ചുമ്മാ ഇറങ്ങി നടക്കാനാണെങ്കിലും വയലിൽ നടക്കാനാണെങ്കിലും നല്ല രസമാണ്. പിന്നെ അവിടുത്തെ ആളുകൾ ഇപ്പോഴും കുറെ ഭയങ്കര നിഷ്കളങ്കങ്ങളായ ആളുകൾ ചായ കുടിക്കാനും പോകുമ്പോൾ പറയുന്നത് എന്താ കുട്ടി എന്താണ് പരിപാടി ചോദിക്കുന്നത്. ആ ഒരു പാലക്കാട് സ്ലാങ്ങും അങ്ങനെ ഇവിടെ കൂട്ടം കൂടി നിൽക്കുകയാണ് നിങ്ങളെല്ലാവരും സിനിമയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അതേ കൊള്ളാലോ, അങ്ങനെ ഒരു രസമുള്ള സ്ലാങ്. സത്യം പറഞ്ഞ സിനിമയിൽ ആ സ്ലാങ് യൂസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് കിട്ടുമല്ലോ, നമ്മള് കോഴിക്കോട്ടെ നമുക്ക് കിട്ടും, എല്ലാം സിമ്പിൾ മാറ്റർ യുനോ അങ്ങനെ. പക്ഷെ അതില് സജിൻ ബ്രോ ഉണ്ട്, സജിൻ ചെറുകയിൽ. സജിൻ ബ്രോ എന്റെ കൂട്ടുകാരുടെ അവര് ശ്രീനാഥ് എന്നൊരു ഫ്രണ്ട് ഉണ്ട്. അപ്പം സജിൻ ബ്രോ തൃശ്ശൂരാണ്, ശ്രീനാഥ് വരുന്നത് ട്രിവാൻഡ്രമാണ്. അപ്പൊ മൊത്തത്തിൽ മിക്സ് ആയിപ്പോന്ന് വിചാരിച്ചു നമ്മൾ നോർമൽ എല്ലാം കൂടെ അപ്പൊ നമ്മൾ മിക്സ് ആവുന്ന വിചാരിച്ചു നമ്മൾ. സജിൻ ബ്രോ ഇപ്പൊ സംസാരിക്കുമ്പോൾ ഒരു ഹ്യൂമർ വരുന്നുണ്ടെങ്കിൽ പുള്ളിയുടെ സ്ലാങ്ങിലാണ്, പുള്ളിനെ അറിയില്ലേ, പുള്ളിയുടെ സ്ലാങ്ങിലാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഞാൻ നോർമലായിട്ട് പിടിക്കാന്ന് വിചാരിച്ചിട്ടാണ് അതങ്ങനെ മാറ്റിയെടുത്തത്. വേണ്ട, സാധാരണ പിടിച്ചാൽ എല്ലാം ഉണ്ട്, കോഴിക്കോട് കയറിയിരുന്നുണ്ടല്ലേ. അപ്പൊ ഇതൊരു നായകൻ എന്ന രീതിയിലേക്ക് നന്നായിട്ട് വന്നിട്ടുള്ളൊരു സിനിമയാണല്ലേ. ഈ 15 വർഷത്തൊരു ഈ സിനിമയ്ക്ക് പുറകെ നടന്നിട്ട് 15 വർഷം നടന്നിട്ട് കുറച്ചുകൂടി നേരത്തെ കിട്ടേണ്ട ഭാഗ്യങ്ങളായിരുന്നു എന്നെപ്പോഴെങ്കിലും? അതായത് ഞാൻ സത്യം പറഞ്ഞ സിനിമയിലൊരു ഇന്ന പോയിന്റിൽ വന്നതല്ല. ഇപ്പൊ ഞാൻ ചെറുപ്പം മുതലേ ഞാൻ സിനിമകൾ കണ്ടുകൊണ്ടിരുന്നതാണ്. ചെറുപ്പത്തിലെ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ TV-യിലാണെങ്കിലും ഇപ്പൊ എന്റെ കസിൻസ് ചേട്ടന്മാരെയൊക്കെ സിനിമയ്ക്ക് കൊണ്ടുപോകും, എന്നെ വിളിച്ചു കൊണ്ടുപോകും. അപ്പൊ അന്ന് പോപ്കോൺ കഴിക്കാൻ വേണ്ടി പോയതാണെങ്കിൽ പോലും, അല്ലെങ്കിൽ പോപ്കോൺ ഒന്നുമില്ല, ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോയതാണെങ്കിലും നമുക്ക് സിനിമയോടൊരു ഇഷ്ടമുണ്ടായിരുന്നു. അപ്പൊ ഇത് കണ്ടിന്യൂസ്ലി എൻ്റെ ഒരു ലൈഫ് ജേണിയിൽ ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നൊരു പരിപാടിയാണ്. പിന്നെ ജോലിയൊക്കെ വന്ന് ഈ പറഞ്ഞ ഈ മൊബൈൽ ഷോപ്പിലൊക്കെ വർക്ക് ചെയ്യുന്നു, എല്ലാം ചെയ്യുമ്പം ഒരു എന്താ പറയുക, പിന്നെ കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുന്നു, വലിയ MNC-യിൽ വർക്ക് ചെയ്യുന്നു. അപ്പം എനിക്കൊരു മൊമെന്റ് തോന്നി, ഇനിയും ഞാൻ എൻ്റെ പാഷൻ്റെ പിന്നാലെ പോയിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ സൈഡായി പോകും. അങ്ങനെ ഞാൻ ഒരു റിസ്ക് എടുത്തിട്ടാണ് ഞാൻ റിസൈൻ ചെയ്തത്. ഐ തിങ്ക് ഒരു 10 വർഷത്തിന് മുകളിൽ ഞാൻ റിസൈൻ ചെയ്തിട്ടാണ് മൊത്തത്തിൽ ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. എന്തായിരുന്നു ഒരു കച്ചിത്തുരുപ്പ് ഇറങ്ങുന്ന സമയത്ത്? സിനിമയിലേക്ക് എന്തെങ്കിലും ഒരു കച്ചിത്തുരുപ്പ് ഉണ്ടാവുമല്ലോ? ഒന്നുമില്ലായിരുന്നു. ഞാൻ സത്യം പറഞ്ഞ ഒരൊറ്റ മൊമെന്റിൽ ഞാൻ ഇറങ്ങാം എന്ന് വെച്ചാൽ റിസൈൻ ഇട്ടു, നേരെ വീട്ടിൽ പറഞ്ഞ പോവാണ്, ബായ്
ഇനി സിനിമ നടനായിട്ട് വരാം എന്ന് വെച്ചിട്ട് ചെറിയ ഞാൻ നേരെ ബാഗ് എടുത്തു, കൊച്ചിയിലെത്തി. കൊച്ചിയിൽ വന്നപ്പോൾ ഞാൻ അങ്ങനെ അന്തം വിട്ടിരിക്കുക, എന്താ ചെയ്യണ്ടേ. അപ്പം ഞാനൊരു ഹോസ്റ്റലൊക്കെ എടുത്തു. അവിടെ ഹോസ്റ്റലിൽ അന്ന് കുറച്ച് പൈസ മറ്റേ നമ്മൾ ജോലി എടുത്ത കുറച്ച് പൈസ ഉണ്ടായിരുന്നു, കുറച്ച് പൈസ, വളരെ കുറച്ച് പൈസ. അതിന് 2500 രൂപയ്ക്ക് ഞാൻ മറ്റേ ഹോസ്റ്റലിൽ അങ്ങനെ ഒന്ന് ഫുഡൊക്കെ മറ്റേ അങ്ങനെ അന്വേഷിച്ച് തുടങ്ങി. അങ്ങനെ സോഷ്യൽ മീഡിയയുടെ ഒരു തുടക്കം വന്നപ്പം മീൻസ് ഭാഗ്യത്തിന് ആ തുടക്കത്തിൽ കാലെടുത്ത് വെച്ചത് ഞാനായിരുന്നു. മീൻസ് അങ്ങനെ ഇന്ന എനിക്ക്. അപ്പം അങ്ങനെ അതിൽ ആ ഫ്ലോയിലങ്ങ് പോയി. റീൽസിലൂടെ പോയി റീൽസ് അല്ല നമ്മള് അന്ന് റീൽസ് ഇല്ല. ആദ്യം നമ്മള് ഞാൻ ഫസ്റ്റ് ചെയ്ത ഷോർട്ട് ഫിലിമാണ്. അന്നുണ്ടത് കണ്ടന്റ് ടിക്ടോക്ക് ഉണ്ടായിരുന്നു. ടിക്ടോക്കിൽ സത്യം പറഞ്ഞാൽ നമ്മളാണ് ആദ്യമായിട്ട് കണ്ടന്റ് വീഡിയോസ് ചെയ്തു തുടങ്ങിയത്. അത് ഫസ്റ്റ് കണ്ടന്റ് വീഡിയോസ് മാത്രം നമ്മൾ ഫുള്ള് 1 മിനിറ്റിലെ കണ്ടന്റ് ആയിരുന്നു ഇപ്പം ചെയ്യുന്നത്. ഇപ്പം നമ്മളെ ഹാഷറൊക്കെ ചെയ്യുന്ന പോലത്തെ അതിൻ്റെ ഫസ്റ്റ് തുടങ്ങിയത് നമ്മളായിരുന്നു. അതും ഹൈലി ക്വാളിറ്റിയിൽ. അപ്പോൾ നമ്മളൊരു കമ്പനി ഒക്കെ ഉണ്ടായിരുന്നു, ടീം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് എനിക്ക് തുടക്കം. അപ്പോൾ അതാണ് എനിക്കൊരു റീച്ച് ഉണ്ടാക്കി തന്നതും അല്ലെങ്കിൽ എന്നെ ആളുകൾ അറിഞ്ഞതും അതെന്നായിരുന്നു. അതാണ് എൻ്റെ സ്റ്റാർട്ടിങ്. പിന്നെ ഷോർട്ട് ഫിലിംസ് പിന്നെ ആൾക്കാരിലേക്ക് ഫെമിലിയർ ആയി. കാരണം അന്ന് ഈ പറയുന്ന അത്ര ആളുകളില്ലല്ലോ. അപ്പോൾ ആകെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ അന്ന് ഉണ്ടായത് കരിക്കുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും ഒരു സമയത്ത് വന്നാൽ ഞങ്ങൾ രണ്ടുപേരും അന്ന് ഉണ്ടായിരുന്നുള്ളൂ. സോ ആളുകൾ അപ്പോൾ നമ്മളെ കാരണം ഫോട്ടോ തുറക്കുമ്പോൾ നമ്മളെ കാണാനുള്ളൂ, വേറെ ആരും ഇല്ല കാണാൻ. അപ്പൊ ഇവർക്ക് എന്റർടൈൻമെന്റ് പരിപാടി ആയിരുന്നു. അങ്ങനെയായിരുന്നു തുടക്കം. ഉണ്ണീന്റെ ഇപ്പൊ ഷോർട്ട് ഫിലിംസ് ഒക്കെ നോക്കുകയാണെങ്കിലും കൂടുതൽ റൊമാൻറ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ ഷോർട്ട് ഫിലിംസ്, എന്താ കൂടുതൽ അങ്ങനത്തെ ഷോർട്ട് ഫിലിംസ് ഒക്കെ തിരഞ്ഞെടുക്കാൻ കാരണം ഉണ്ടായിരുന്നു? അതായത് സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യം ഷോർട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ വരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കണ്ടന്റ് ഇപ്പം എനിക്ക് റൊമാൻസും ഹ്യൂമർ ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. അപ്പം ഞാൻ അതാണ് സെലക്ട് ചെയ്തത്. പിന്നെ മോസ്റ്റ്ലി റീച്ച് എന്ന് പറഞ്ഞ സാധനമുണ്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ. ഇപ്പം ഞാനൊരു ഡാർക്ക് പരിപാടി ഞാനൊരു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ അത് റീച്ച് വളരെ കുറവായിരിക്കും. പക്ഷേ അതിന് പകരം ഞാൻ റൊമാൻസ് കണ്ടന്റ് അത് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഓഡിയൻസ് ഇപ്പോഴും പ്രണയത്തിന് ഒരുപാട് ഓഡിയൻസ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് റീച്ച് ആകുന്നത്. അതുകൊണ്ടാണ് റീച്ചിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ നമ്മളെ. പക്ഷേ ഞാൻ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യും നല്ല. അപ്പം എൻ്റെ ഒരു സംബന്ധിച്ചോളം എൻ്റെ ഒരു സിനിമ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ കാണുന്നവരെ ഒരു സിനിമാറ്റിക് ആയിട്ട് കാണണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശ്രദ്ധിച്ചാറ് അപ്പോൾ കണ്ടിട്ടുണ്ടാ അറിയാം, ഞാൻ എല്ലാത്തിലും ഒരു സ്ലോ മോഷനും അത്യാവശ്യം മറ്റേ BGM ഒക്കെ പരിപാടി കുറച്ച് ഞാൻ എല്ലാം ചിരി ശ്രദ്ധിക്കും. അതായത് ഞാൻ ബേസിക്കലി ഒരു സിനിമ ചെയ്യാൻ വേണ്ടി വന്നതുകൊണ്ട് അപ്പം അതിൽ ഞാനൊരു സിനിമാറ്റിക് ഇപ്പം ഞാനൊരു 14 Days of Love എന്നൊരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു. എൻ്റെ ഫേവറേറ്റ് കുറേ ഉണ്ട്. അതിൻ്റെ ഒരു 1 ഓഫ് ദ ഫേവറേറ്റ് അത് നമ്മുടെ നഹാസാണ് ചെയ്തത്, RDXന്റെ ഡയറക്ടർ. അപ്പം നഹാസാണ് ഇപ്പോൾ ദുൽഖറിനെ വെച്ച് പടം ചെയ്യാൻ പോണത്. അങ്ങനെയൊന്നുമില്ല പറയാം. അപ്പം നഹാസിന്റെ ഒരു എനിക്കൊന്ന് ഫസ്റ്റ് ഷോർട്ട് ഫിലിം അത് തന്നെയാണ്. ആദ്യം ചെറുത് പിന്നെ നമ്മളൊരു ക്വാളിറ്റി ചെയ്ത ഷോർട്ട് ഫിലിം അതാണ് ഫസ്റ്റത്തെ. അപ്പോൾ അത് ഭയങ്കര ഹിറ്റ് ആയിരുന്നു. എനിക്കൊന്ന് അത് 1,80,00,000 ആളുകൾ. അത് എനിക്കൊന്ന് മൾട്ടി ലാംഗ്വേജ് ഇറങ്ങിയത്, തമിഴ് കന്നഡ ഒക്കെ ഇറങ്ങിയിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഭയങ്കര റീച്ച് കിട്ടിയായിരുന്നു. എനിക്ക് തമിഴ്നാട്ടിൽ റീച്ച് കിട്ടിയായിരുന്നു. തമിഴ്നാട്ടിൽ ഞാനൊരു ഷൂട്ടിന് പോയപ്പോൾ സാർ മറ്റേ എന്നെ വന്നിട്ട് ഒരു പുള്ളിക്ക് നോക്കുമ്പോൾ ഞാൻ ടീച്ചറെ എന്താണ് അവ എന്നെ നോക്കുന്നത് കുറേ നോക്കിയിട്ട് നീങ്ക താനേ ഞാൻ പറയും ആര് എന്തോ ഊബർ ഷോർട്ട് ഫിലിം അതെ. അപ്പം അങ്ങനെ പക്ഷേ അതെ ആ സമയത്ത് ഇപ്പം ഞാൻ ഷോർട്ട് ഫിലിമിലൂടെയാണ് എന്നെ ആളുകൾ അറിഞ്ഞത്. അപ്പം അങ്ങനത്തെ കണ്ടന്റ് ചെയ്യാൻ കാരണം എല്ലാ ഏരിയയിലും എപ്പോഴും എല്ലാവർക്കും ഇഷ്ടം. ഇപ്പോഴും ഞാൻ പോകുമ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞ് 14 days കൊള്ളായിരുന്നു. ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നത് 3 കൊല്ലത്തെ കോവിഡ് സമയത്തിൻ്റെ ഇറങ്ങിയതാണ്. ഇപ്പോഴും ആളുകളത് കാണുന്നത്, ഇപ്പോഴും അത് ഇഷ്ടപ്പെടുന്നത്. ഇപ്പോഴും എന്നോട് കുറേ പേര് ഞാൻ 3-4 തവണ ഞാൻ എന്ത് തേങ്ങ 3-4 കാണാൻ നല്ല രസമാണ്. മീൻസ് അച്ഛന് ഇഷ്ടം. അതായത് റൊമാൻസിന് ഒരിക്കലും ആളുകൾക്ക് മടുക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ കണ്ടന്റുകൾ ചെയ്യുന്നത്. ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആണെങ്കിൽ കൂടി രേഖാചിത്രത്തിലും വക്കച്ചന് ഒരു റൊമാൻറ്റിക് പ്രണയമല്ലേ? അല്ല അതിൽ വക്കച്ചൻ പറയുന്നത് വക്കച്ചൻ ആക്ച്വലി ഒരു അത്ര വലിയ ക്രൂരനല്ല. വക്കച്ചൻ എന്ന് പറയുന്നത് വക്കച്ചന് പുഷ്പത്തിനോട് ഭയങ്കര ഇഷ്ടമുണ്ട്. അതാണ് ആ ഫ്ലാഷ് ബാക്കിലാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് വക്കച്ചന്. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് വക്കച്ചൻ ചെയ്യുന്നത്. അല്ലാതെ വക്കച്ചൻ ചെറിയ കുഞ്ഞു ടൈപ്പുകൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പം ആ ഒരു മോഷണം നടന്നു. അപ്പം പ്രണയമാണ് അയാളുടെ ഉള്ളിലുള്ളത്. കാരണം ഭാര്യ അത്രയും സ്നേഹിക്കുന്ന ഒരു ഭർത്താവാണ്, അല്ലെങ്കിൽ അത്രയും സ്നേഹിക്കുന്ന ഒരു കാമുകനാണ് വക്കച്ചൻ. അതിൽ നെഗറ്റീവ് റോൾ ആണെങ്കിലും പോസിറ്റീവ് റോൾ ആണെങ്കിലും പ്രേമം മസ്റ്റാണ്. അതെ പക്ഷേ രേഖയില് സീന. ഓക്കെ, ഉണ്ണിക്ക് എപ്പോഴെങ്കിലും ഇനി ഏത് ക്യാരക്ടർ അല്ലെങ്കിൽ ഏത് ഡയറക്ടർ കൂടെ ഏത് ക്യാരക്ടർ ചെയ്യണം അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് കുറേ ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നാണ് വേണ്ടി. ഇപ്പം ടൈപ്പ് കാസ്റ്റ് അല്ലാതെ കുറേ ക്യാരക്ടേഴ്സ് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഡയറക്ടേഴ്സ് വേണമെങ്കിൽ എല്ലാവരും കൂടി വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിപ്പം എല്ലാവർക്കും അങ്ങനെയാണല്ലോ. ഇപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ഇന്ന് കുറേ പേർക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. ഡെയിലി രാവിലേക്ക് മെസ്സേജ് അയക്കില്ല പരിപാടി. ഇപ്പം പിന്നെ ഞാൻ ചോദിക്കാറുണ്ട്. കാരണം സിനിമ നമുക്കാണ് ആവശ്യം, സിനിമയ്ക്കല്ല നമ്മുടെ ആവശ്യം. അപ്പം ഞാൻ ഇപ്പോഴും ചാൻസ് ചോദിക്കാറുണ്ട്. ഞാൻ ഇന്നലെയും കൂടി ഒരു ഡയറക്ടറെ വിളിച്ചു. ഇന്നലെ രാത്രി മെസ്സേജ് അയച്ചു. ഇപ്പോൾ പ്രജീഷ് ചേട്ടൻ ഇന്നലെ എനിക്ക് വെള്ളത്തിൻ്റെ ഡയറക്ടർ പ്രജീഷ് ചേട്ടൻ എനിക്ക് റിപ്ലൈ അയച്ചപ്പോൾ അതിൻ്റെ മുകളിൽ എൻ്റെ മെസ്സേജ് കിടപ്പുണ്ട്. ഐ മീൻ 2023 ഞാൻ പുള്ളിക്ക് പടം ഇറങ്ങി അയച്ച മെസ്സേജാണ്. അപ്പോൾ പുള്ളി ഇങ്ങോട്ട് റിപ്ലൈ അയച്ചു. അപ്പം ഞാൻ തന്നെ നോക്കി, ഓക്കേ പുള്ളി പറഞ്ഞു നല്ല വൃത്തിക്ക് ചെയ്തു, അടിപൊളിയായിരുന്നു. അപ്പം അതൊക്കെ നമ്മളെ സംബന്ധിച്ചോളം ഞാൻ ചാൻസ് ചോദിക്കും. കാരണം ചാൻസ് ചോദിക്കാതെ കിട്ടില്ല.
കാരണം ഭയങ്കര കോമ്പറ്റീഷനാണ്, ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഇപ്പം പണ്ടത്തെ പോലെയല്ലേ. ഇപ്പം സിനിമയിൽ എല്ലാവരും സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ്. അപ്പം ഞാൻ ചാൻസ് ചോദിച്ചിട്ട് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു മറുപടി എപ്പോഴെങ്കിലും ഉണ്ടോ? അങ്ങനെ കുറേ ഉണ്ട്. ഇപ്പം ഫ്രീഡം ഫൈറ്റിൽ എക്സാമ്പിൾ പറയാം. ഫ്രീഡം ഫൈറ്റിൽ ഞാൻ എന്നെ ചാൻസ് ചോദിച്ചു ജിതിൻ, ഇപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് പോയ സമയത്ത് ഞാൻ ചോദിച്ചപ്പോൾ പരിപാടി തുടങ്ങിയപ്പോൾ എനിക്കിതൊന്നും മനസ്സിലാവണില്ല. കാരണം നമ്മൾ ചെയ്തൊക്കെ ഈ മറ്റേ റൊമാൻറ്റിക് പരിപാടിയാണല്ലോ. ഫ്രീഡം ഫൈറ്റ് ഭയങ്കര ഡിഫറെൻ്റാണ്. അപ്പം ഞാൻ അങ്ങനത്തെ സിനിമകൾ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ പുള്ളി ചിൽ പരിപാടിയിലേ കാണുള്ളൂ, കൊമേഴ്ഷ്യലാണല്ലോ നമ്മുടെ ഏറ്റവും. അപ്പം ഇതെനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് സിനിമയിൽ അഭിനയിക്കുന്ന ആഗ്രഹമുണ്ടോ ഞാൻ ചോദിച്ചു. അപ്പം ഓഡീഷൻ എന്തോ ഒരു സാധനം ചെയ്തപ്പം ഇവർക്ക് തന്നെ വർക്കായില്ല. കാരണം ഞാൻ ഈ മുടിയൊക്കെ ഇറക്കി ഫ്രീക്ക് ലുക്കിലുള്ള, അപ്പം വർക്കായില്ല. അപ്പം എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു ബ്രോ എനിക്ക് ഇത് തരുവാണെങ്കിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, എനിക്കിത് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം സ്പോട്ടിൽ സാധാരണ നോർമലി ആളുകൾ ബ്രോ നോക്കാം എന്ന് പറയാം. അപ്പം ജിതിൻ പറഞ്ഞ എൻ്റെ അടുത്ത് ഓക്കെ ബ്രോ നാളെ വന്നു നമുക്ക് ലുക്ക് ടെസ്റ്റ് ചെയ്യാൻ. അപ്പം അങ്ങനെ ഓക്കെ. കാരണം ഓഡീഷൻ എനിക്ക് മര്യാദയ്ക്ക് അറിയില്ല, ഞാൻ ഫ്ലോപ്പാണ് ഓഡീഷനിൽ. പിന്നെ ലുക്സ് വൈസ് ഞാൻ ഓക്കെ അല്ല. ഞാൻ ആ പറഞ്ഞ മൊമെന്റിൽ എവിടെയോ നമ്മളൊരു ആഗ്രഹവും പിന്നെ മൊത്തത്തിൽ അവന് എവിടെ വർക്കായി അവൻ ചെയ്യാമെന്ന്. അങ്ങനെ ചിത്രത്തിൽ മറ്റേ പുള്ളി പറഞ്ഞ പോലെ സിനിമ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും. അതെ, അത് ഞാൻ സിനിമ ഡയലോഗ് ഈശ്വര അത് എവിടെ എനിക്ക് ഇവിടെ കൊള്ളുന്നുണ്ടല്ലോ. കറക്റ്റാണ്, സിനിമ നമുക്ക് എവിടേക്ക് എന്തൊക്കെയോ വെച്ചിട്ടുണ്ടാവും. ലൊക്കേഷനിൽ അപ്പൊ ഒരിക്കലും മമ്മൂക്കായിട്ട് ഒരു ഇന്ററാക്ഷനോ വന്നിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാ കാണും പോണോ? പിന്നെ വേറെ എന്തൊക്കെയാണ്? വേറെ പിന്നെ സിനിമാ വിശേഷങ്ങളൊക്കെ തന്നെ പരിപാടികൾ. ഇനിയിപ്പം നല്ല നല്ല സിനിമകൾ മുമ്പോട്ട് പോകണം. ഇനിയിപ്പം സത്യം പറഞ്ഞാൽ വേറെ ഓഫേഴ്സ് പരിപാടി ഒന്നും ഇങ്ങനെ വന്നിട്ടില്ല പരിപാടികൾ. അപ്പം നല്ല നല്ല ഡയറക്ടേഴ്സിന് പോയിട്ട് മീറ്റ് ചെയ്യണം, കാണണം, ചാൻസ് ചോദിക്കണം. അതാണ് ഷോർട്ട് ഫിലിംസ് ചെയ്യാമൊന്നുമില്ല, പക്ഷെ നല്ല ഷോർട്ട് ഫിലിംസ് ചെയ്യണം എന്നാണ്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ നമ്മളന്ന് ചെയ്ത ആ ഒരു ക്വാളിറ്റി ഷോർട്ട് ഫിലിംസ് ഇപ്പം ആരും ചെയ്യുന്നില്ല. ഇപ്പൊക്കെ നോർമൽ ഷോർട്ട് ഫിലിംസ് ആണ് കുറേ പേര് ചെയ്തത്. അപ്പം നമ്മളന്ന് അത്രയും നമുക്കൊരു സിനിമാറ്റിക് ഷോർട്ട് ഫിലിം വേണമെന്നുള്ള ആഗ്രഹമുണ്ട്. അന്നെല്ലാം സിനിമാറ്റിക് ചെയ്തത്. ഞാൻ ചെയ്തെല്ലാം അങ്ങനത്തെ ഒരു മൂഡാണ്. അപ്പം ലവ് ഫോർ ഡെലിവറി എന്നൊരു ഷോർട്ട് ഫിലിം വെബ് സീരീസ് ഉണ്ട്. ഇറ്റ്സ് നൈസ് വൺ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പേഴ്സണലി എനിക്ക് ആ ക്യാരക്ടർ ഇഷ്ടമായിരുന്നു. നല്ല രസമാണ്. കണ്ടിട്ടുണ്ടാവും? ഉണ്ടാവില്ല, എല്ലാം കണ്ടാൽ മതി. അപ്പോൾ അത് ഭയങ്കര രസമുള്ള ഷോ, അത് ഭയങ്കര റീച്ച് ആയിരുന്നു. അപ്പം അങ്ങനത്തെ നല്ല ഷോർട്ട് ഫിലിംസ് വന്നാൽ ഇപ്പോഴും ചെയ്യും. എനിക്ക് ഷോർട്ട് ഫിലിം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഷോർട്ട് ഫിലിം ശരിക്കും നമുക്ക് മറ്റേ ഇളകി ചെയ്യാൻ പറ്റും. ശരിക്കുള്ള മറ്റേ ഉണ്ണിലാലിന്റെ പുറത്തേക്ക് എടുക്കാൻ പറ്റും, കയ്യിൽ നിന്ന് കാണാൻ പറ്റും. കാരണം നമ്മുടെ ഓഡിയൻസിന് ഇഷ്ടമുള്ള കുറെ പരിപാടികൾ നമുക്കറിയാലോ. ഇപ്പം ഷോർട്ട് ഫിലിം ഞാൻ ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് ഒരുവിധം ടേസ്റ്റുകളൊക്കെ അപ്പോൾ ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്ത ആൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പരിപാടി പിടിച്ചാൽ നല്ല ഞാൻ ചെയ്യും. ഇടയ്ക്ക് ഞാൻ ഈ അടുത്ത് റീസെന്റ് ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു കുറച്ച്. അപ്പോൾ കുറേ പേര് മെസ്സേജ് അയച്ചു, ചേട്ടാ നന്നായിട്ടോ ഇടയ്ക്ക് ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്നത് നന്നായി. അപ്പോൾ നമുക്കും നല്ല നല്ല ഷോർട്ട് ഫിലിം വന്നാൽ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പം ഉണ്ണിയാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ നമ്മളെ നാട്ടിൽ പറയാ ഇങ്ങനെ തെറിച്ച് നിൽക്കുന്ന ക്യാരക്ടറാണ്. അപ്പൊ ഈ ഒരു ക്യാരക്ടറിന് വക്കച്ചനാവാൻ അദ്ദേഹം കുറച്ച് സൈലന്റ് ആയിട്ട് എങ്ങനെയായിരുന്നു? അതായത് സത്യം പറഞ്ഞാൽ നമ്മള് വലിയ വലിയ നടന്മാര് പറയല്ലോ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ക്യാരക്ടറിൽ മാറും, അത് കഴിഞ്ഞിട്ട് ഇറങ്ങും. എങ്ങനെയായിരുന്നു ഉണ്ണിയുടെ? എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ചോദിച്ചു ഇങ്ങനെയാണ് ചെയ്യേണ്ടത് പരിപാടി, ജോഫിൻ പറഞ്ഞു തന്നു. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു റിഹേഴ്സൽ എന്നോട് സ്വന്തം പറഞ്ഞു തന്നു, നീ ചെയ്തോന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെയ്തപ്പോൾ ഒരു പരിപാടി ചെയ്തപ്പം പറഞ്ഞാ അല്ല കുറച്ചും കൂടി മാറ്റി ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഞാനൊന്ന് മാറ്റി ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞത് ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഡയറക്ടർ ഓക്കെ പറയുമ്പോഴല്ലോ നമുക്കിപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ കണ്ടിരിക്കുന്നത് ഡയറക്ടറാണ്. ഒരു ആക്ടേഴ്സിനെ കൂടുതൽ ഡയറക്ടറാണ് മെയിൻ. കാരണം ഒരു ആക്ടർ നല്ലതാവുന്നതും മോശമാവുന്നതും ഡിപ്പെൻസ് ഓൺ ഡയറക്ടറാണ്. ഇപ്പം പുള്ളിക്കറിയാം എനിക്ക് വേണ്ടത്. അപ്പം ഞാൻ അഭിനയിക്കും, പുള്ളി അത് ഓക്കെ അല്ലെങ്കിൽ പുള്ളി ഓക്കെ അല്ല എന്ന് പറയണം. അപ്പോൾ ജോഫിന് വ്യക്തമായിട്ട് അത് അറിയായിരുന്നു. ജോഫിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇതല്ല, എനിക്ക് വേറെ സാധനം വേണമെന്ന് പറഞ്ഞു. എനിക്കൊന്ന് മൂന്നാമത്തെ ടേക്ക് പരിപാടി കിട്ടി. പിന്നെ ഓക്കെ ആയിരുന്നു. പിന്നെ മൊത്തത്തിൽ പരിപാടി ഓക്കെ ആയിട്ട്. പിന്നെ ഈ ക്യാരക്ടർ ഒരു സംസാരിക്കുന്നില്ല. അതിനെ സംബന്ധിച്ചോളം ഭയങ്കര ടാസ്ക് ആയിരുന്നു. കാരണം പിന്നെ എക്സ്പ്രഷൻ ആണെങ്കിലും മൈൽഡാണ്, ഭയങ്കര എക്സ്പ്രസീവായിട്ട് സംസാരിക്കുന്ന ഒരു ക്യാരക്ടറല്ല, ഭയങ്കര മൈൽഡായിരുന്നു. അപ്പം അത് പിടിച്ചപ്പോൾ കിട്ടി. പിന്നെ പടം വന്നപ്പോൾ എനിക്കിത് മനസ്സിലാവും കേക്കുള്ളത്. അതെ 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 അങ്ങനെ. പിന്നെ നമ്മൾ അതാണല്ലോ ഔട്ട് വരുമ്പോഴാണല്ലോ പിന്നെ ആളുകൾ പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ ചെയ്തത് രസമായെന്നുള്ള. അപ്പൊ അത് എന്നെ സംബന്ധിച്ചോളം ഹാപ്പി സീനായി. ഞാൻ വിചാരിച്ചില്ല. ഇപ്പൊ 15 വർഷം എന്നൊക്കെ പറയുമ്പോൾ നല്ല പ്രായമുണ്ടോ? ഒന്ന് പോയായിരുന്നു. അത് ഞാൻ സത്യം പറഞ്ഞ 10ാം ക്ലാസ് മുതലേ ഞാൻ ഇതിന്റെ പിന്നാലെ നടക്കണം. 10 പഠിക്കുമ്പോൾ ഞാൻ ഓഡീഷൻസ് പോകാറുണ്ട്. പക്ഷെ അന്നത്തെ ഓഡീഷൻസ് എന്നൊക്കെ പറയുന്നത് ഫുൾ ഫേക്ക് ആയിരുന്നു. ആ സമയത്ത് കുറേ ഫേക്ക് ഓഡീഷൻസാണ്. അപ്പം നമ്മൾ മറ്റേ കാശ് കൊടുക്കണം. അപ്പം നമുക്കിത് അറിയില്ല. നമ്മൾ ഈ രജിസ്ട്രേഷൻ ഫീ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ 100 രൂപ, അന്നൊക്കെ 100 രൂപ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതല്ല
ഓഡീഷൻ നമുക്ക് സിനിമയുടെ ഒരു പുതുമുകളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഓഡീഷൻ പരസ്യം വരും. അപ്പം നമ്മൾ അവിടേക്ക് പോകും. അപ്പോൾ ഒരു 100 രൂപ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ 200 രൂപ രജിസ്ട്രേഷൻ അങ്ങനെ പറയുന്ന സംഭവങ്ങൾ. പക്ഷെ ഇതൊക്കെ ഫേക്കാന്ന് അന്ന് നമ്മുടെ പ്രായത്തിൽ നമുക്ക് മനസ്സിലാവില്ല. പിന്നെ ഇപ്പം കുറച്ച് നമുക്ക് മെച്ചൂർഡ് ആകുമ്പോൾ നമുക്ക് ഇതൊക്കെ അന്ന് ഫ്രോഡായിരുന്നു. അപ്പം നമ്മൾ ഇപ്പോഴും നമ്മളത് കാണുമ്പം റിയാക്ട് ചെയ്യും. ഇപ്പം ഞാൻ അടുത്തൊരു ഓഡീഷൻ പരിപാടി കാശ് വെച്ചിട്ട്, ഞാൻ പേര് പറയുന്നില്ല, കാശ് വെച്ചിട്ട് പറഞ്ഞപ്പോൾ ഞാൻ അതിന് റിയാക്ട് ചെയ്തു. പുള്ളി എനിക്ക് ഭയങ്കര മെസ്സേജൊക്കെ ഭയങ്കരമായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ബ്രോ കാശ് എന്തിനാ സിനിമയിൽ അവർക്ക് നിങ്ങൾ ഇതിന് കാശ് മേടിക്കുന്നത് എന്തിനാ? അപ്പോൾ എൻ്റെ അടുത്ത് പുള്ളിയുടെ എക്സ്പ്ലനേഷൻ പറഞ്ഞതെന്ന് വെച്ചാൽ എന്താ പറയുക, അല്ലെങ്കിൽ വഴി പോകുന്നവരും വരുന്നവരൊക്കെ ഇവിടെ കയറിയായിരുന്നു. ഞാൻ പറഞ്ഞത് സിനിമ ഒരിക്കലും അങ്ങനെയല്ല. സിനിമയോട് പാഷനേറ്റ് ആയിട്ടുള്ള, സിനിമയിൽ ഇഷ്ടമുള്ള ആളുകൾ മാത്രമേ ഇവിടെ വരുള്ളൂ. അപ്പോൾ പുള്ളി അറിയാം നിങ്ങളെ സൗണ്ടിൽ ഭയങ്കര ഇതുണ്ട്, ഞാൻ കേസ് കൊടുത്തു. ഞാൻ കേസ് കൊടുത്തു. എനിക്കിപ്പോൾ എന്താ, ഞാൻ ചോദിച്ചത് വ്യക്തമായിട്ട് കാര്യമാണ്. കാരണം ഒരിക്കലും ഓഡിഷൻ കാശ് കൊടുത്ത് ചെയ്യുന്നത് ഭയങ്കര റോങ് പരിപാടിയാണ്. അത് ഞാൻ പണ്ട് മുതലേ എനിക്ക് അതിൻ്റെ ഒരു അങ്ങനെ ഞാൻ വന്നുകൊണ്ട് എനിക്കറിയാം. അപ്പം ഇപ്പോഴും അതെനിക്ക് 2023 കേട്ടോ, 24 സോറി, കഴിഞ്ഞ വർഷത്താണെന്ന് തോന്നുന്നു എൻ്റെ. അപ്പോൾ പുള്ളി പറഞ്ഞു അത് അങ്ങനെ. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല. അപ്പം ഇപ്പോഴും ഉണ്ട് ഇങ്ങനത്തെ കാശ് മേടിക്കുന്ന കുറേ. അത് ഭയങ്കര ഫ്രോഡ് പരിപാടിയാണ്. എന്തൊക്കെ പറഞ്ഞാൽ ഫ്രോഡ് പരിപാടിയാണ്. ഞാൻ കുറേ കാശ് കാശില്ല അങ്ങനെയല്ല കേട്ടോ. മീൻസ് അന്ന് നമുക്ക് വരുമാനങ്ങൾ നമ്മൾ മറ്റേ അന്ന് വീട്ടിൽ പത്രോടാൻ പോയിട്ടും പാലിടാൻ പോയിട്ടൊക്കെ നമുക്ക് കാശ് കിട്ടും. അപ്പോൾ ഇതൊക്കെ കൂട്ടി വെച്ചിട്ട് നമ്മൾ 100 രൂപ 200 രൂപയൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം വലിയ പൈസയാണ്, 200 രൂപ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ ഓഡിഷൻ കൊടുക്കുമ്പോൾ നമുക്കത് ഭയങ്കര വിഷമമുണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പടത്തിൽ ഞാൻ കാസ്റ്റ് ചെയ്ത് ഞാൻ ഷൂട്ടിനൊക്കെ പോയിട്ടുണ്ട് ട്രിവാൻഡ്രം. ഞാൻ മാത്രമല്ല, ഇതിൽ കുറേ ഇപ്പം ഇതിൽ ഇപ്പോഴുള്ള കുറേ ആൾക്കാർ, ഇപ്പം പുതിയ ആൾക്കാരെല്ലാം അവരൊക്കെ ഉണ്ട്, എൻ്റെ കൂട്ടുകാർക്ക് ഇപ്പോഴും അഭിനയിക്കുന്നുണ്ട്. അന്നൊക്കെ അങ്ങനെ പോയ കുറേ മൊമെന്റ് ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഭയങ്കര ഈ ഫ്രോഡ് പരിപാടി അന്ന് ഭയങ്കര കൂടുതലായിരുന്നു. പക്ഷെ ഇന്ന് കമ്പാരിറ്റീവ്ലി കുറവാണ്, വളരെ കുറവാണ്. ഇന്ന് അങ്ങനെ ഒരു ഫ്രോഡ് പരിപാടി ഇല്ല. അന്ന് കുറേ പൈസ പോയിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര മൊമെന്റ് ചെയ്യുന്നുണ്ട്. മീൻസ് അതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അയ്യോ എന്നൊരു സന്തോഷ പരിപാടി. കാരണം നമ്മൾ അങ്ങനെയൊക്കെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാവും പുതിയ ആളുകൾ വരുമ്പോൾ അല്ലെങ്കിൽ കാശ് ചോദിക്കും. ഇപ്പോൾ എനിക്ക് കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു, ചേട്ടാ എങ്ങനെ ഞാൻ പറഞ്ഞു പൈസ കൊടുക്കല്ലേ, പൈസ കൊടുത്തുള്ള പരിപാടി ഒന്നും ഇപ്പം ഇല്ല എന്ന് പറയും. അപ്പം മെമ്മറീസ് അല്ലെങ്കിൽ നല്ല നല്ല മൊമെന്റ്സ് ആയിട്ടാണ് ഞാൻ അതൊക്കെ. അതിൻ്റെ എക്സ്പീരിയൻസ്ഡ് ആണല്ലോ ഇതൊക്കെ കിട്ടാന്ന് പറഞ്ഞത്, കിട്ടുന്ന പരിപാടിയില്ലേ. അന്ന് മണ്ടറായിരുന്നല്ലോ എന്ന് എന്നാലോചിക്കാലോ. അതാണ്. നാട്ടിൽ തന്നെ, നാട്ടിൽ കോട്ടൂളിയാണ് ഞാൻ വീട്. അതേപോലെ തന്നെ അവിടെ പഠിച്ചത് ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലാണ്, പറഞ്ചേരി, അവിടെ പഠിച്ചത്. പിന്നെ മേഴ്സി കോളേജിൽ പഠിക്കാൻ അത്ര അടിപൊളിയായി ട്യൂട്ടോറിയൽ കോളേജിൽ പഠിച്ചത്. കമ്മ്യൂണി കോളേജ് കിട്ടിയില്ല, അവിടെ പഠിച്ചത്. അതും പേപ്പേഴ്സ് കുറേ ഉണ്ട്. അപ്പം അതൊക്കെ കാരണം ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞേ ഞാൻ ഭയങ്കര പഠിപ്പിസ്റ്റൊന്നല്ല, എനിക്ക് പഠിക്കാൻ ഭയങ്കര വീക്കാണ് ഞാൻ. കൊമേഴ്സ് കൊമേഴ്സ് +2 കൊമേഴ്സ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ജോലിയിലേക്ക് കയറി. പിന്നെ നമുക്ക് ഈ സിനിമയുടെ പിന്നാലെ നടക്കണമെങ്കിൽ വരുമാനം വേണം എന്നുള്ള കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ ജോലികൾ, ഈ പറഞ്ഞ മൊബൈൽ ഷോപ്പ് പരിപാടി, അതേപോലെ തന്നെ അങ്ങനത്തെ പരിപാടിയിലേക്ക് കയറി. അങ്ങനെ എനിക്ക് മൊബൈൽ ഭയങ്കര ഇഷ്ടമാണ്. സോ എനിക്ക് മൊബൈൽ ഫീൽഡിലേക്ക് കയറി. ഞാൻ കുറേ കാലം ഷോപ്സിൽ നിന്നു, ഷോപ്പുകളും പരിപാടിയിലൊക്കെ നിന്നു. പിന്നെ ഞാൻ അതിൻ്റെ ഒരു ടീം ലീഡറായിട്ട് മാറി കമ്പനീസിൻ്റെ. പിന്നെ ട്രെയിനറായിട്ട് മാറി. പിന്നെ റീജിയണൽ മാനേജറായിട്ട് മാറി. അങ്ങനെ സ്റ്റെപ്സ് ഞാനൊരു ജോലി ചെയ്ത് പിന്നെ ഒരു മൊമെന്റിലാണ് പിന്നെ കട്ട് ചെയ്തിട്ട് അറിയാം. ബേസിൽ ജോസഫ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ക്വിറ്റ് ചെയ്ത് ജോലിയിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് വീട്ടില് തിരിച്ച് ഞാൻ വന്നോളാം, ഈ ജോലി എനിക്ക് തിരിച്ച്, അങ്ങനെ പറഞ്ഞൊരു സേഫ്റ്റിയിലാണ് ഇറങ്ങിയത്. ഉണ്ണി എങ്ങനെയായിരുന്നു ഇത് ഇറങ്ങുന്ന സമയത്ത്? തിരിച്ച് ഇറങ്ങിയതാണല്ലോ, തിരിച്ച് നമുക്ക് എടുത്തു വെക്കാനൊരു, പിന്നെയും നമ്മൾ ഫസ്റ്റിന്നേ തുടങ്ങണം. അപ്പൊ അതൊക്കെ ബോധേഡായിട്ടായിരുന്നു ഇറങ്ങിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ അപ്പോൾ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഞാൻ ആ സമയത്ത് ഒന്നും ചിന്തിക്കാതെ ഇറങ്ങി. ഞാൻ എൻ്റെ മൈൻഡിൽ ഒറ്റൊന്നുള്ളൂ, ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ തോറ്റു പോവുകയാണെങ്കിൽ ഓക്കെ. പക്ഷേ ഞാൻ ഒരിക്കലും ഇത് ട്രൈ ചെയ്യാതിരിക്കരുത് എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ള എൻ്റെ ഒരു ഉള്ളിലുണ്ടായിരുന്നു. അതുവേണ്ടി ഞാൻ തോറ്റോട്ടെ കുഴപ്പമില്ല, പക്ഷേ നമ്മൾ പരിശ്രമിക്കാതെ നോക്കലില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരൊറ്റയടിക്ക് ഞാൻ റിസൈൻ ചെയ്തിറങ്ങിയതാണ്. ഫുൾ ബ്ലാങ്കിലാണ് ഞാൻ കാലെടുത്ത് വെക്കുന്നത്. ഒന്നും അറിയില്ല എനിക്ക്. പക്ഷേ എന്തോ ദൈവം ഇവിടെ ഇത്രയും വർഷങ്ങളാണെങ്കിലും എനിക്ക് ഇപ്പോൾ ഞാൻ ഓരോ മൊമെൻറ്റും തിരിഞ്ഞു നോക്കുമ്പോൾ പിറകിൽ എനിക്ക് മാറ്റങ്ങളുണ്ട്. അപ്പോൾ അതന്നെ ഇപ്പം ഞാനെപ്പോഴും മോട്ടിവേറ്റ് കയറുന്നത് ഞാൻ തന്നെയാണ് എൻ്റെ മോട്ടിവേറ്റർ. ഞാൻ തന്നെയാണ് സൂപ്പർ സ്റ്റാർ, ഞാൻ തന്നെയാണ് അടിപൊളി എന്ന് ഞാൻ എന്നോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അതൊക്കെ എനിക്ക് എൻ്റെ മുമ്പോട്ട് പോകേണ്ടത്. ഫൈനലി ഇപ്പോൾ ഒരു പരിപാടി കിട്ടി, കുറച്ച് സിനിമ വരുന്നുണ്ട്, ഇനി മുമ്പോട്ട് പോകണ കേസ് അത്രേ ഉള്ളൂ. ഇപ്പം ഉണ്ണിയുടെ കരിയർ നോക്കുകയാണെങ്കിലും ഫ്രീഡം ഫൈറ്റ്, രേഖാചിത്രം, ഈ ഫ്രീഡം ഫൈറ്റിലും രേഖയിലും നല്ല ക്യാരക്ടറുകളാണെങ്കിൽ പോലും അടയാളം പെടുത്തിയത് എന്നുള്ളത് രേഖാചിത്രമാണ്. മറ്റേത് OTT-യിൽ എനിക്ക് തോന്നുന്നു രേഖ OTT ആയിരുന്നു, പക്ഷെ തിയേറ്റർ OTT-യിലായിരുന്നു കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെട്ടത്. മറ്റേത് പ്യുവർ OTT ആയിരുന്നു. അപ്പം എങ്ങനെയായിരുന്നു? അറിയാം, പക്ഷെ എന്നാലൊരു അറിയാത്തൊരു ഫീല് ആ ഒരു സമയത്തുണ്ടായിരുന്നു. അതിലിപ്പോഴും സത്യം പറയാനുണ്ട്. ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ കരിയറിൽ ഞാൻ പേഴ്സണലി ഏറ്റവും
ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. മീൻസ് എനിക്ക് ഇഷ്ടമുള്ളത് രേഖ ഭയങ്കര ഇഷ്ടമാണ്, ഫ്രീഡം ഫൈറ്റും. അതെ, രേഖ രേഖയില് നമുക്ക് വിൻസിക്കാണെങ്കിലും, അതെ അവാർഡ്. അപ്പം രേഖ എന്ന് പറഞ്ഞ പരിപാടി എനിക്ക് ഭയങ്കര കാരണം ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ നമ്മൾ അതിൽ പിടിച്ചിട്ടുണ്ട്. മീൻസ് ആ ക്യാരക്ടർ അല്ല അർജുൻ എന്ന് പറയുന്ന മീൻസ് ഹീറോയുടെ പേര്. പക്ഷെ ആ ക്യാരക്ടർ കുറേ പേര്, അപ്പം ഞാനത് ചെയ്തിട്ട് എല്ലാവരും അപ്രിസിയേഷൻ കിട്ടിയൊരു പരിപാടിയായിട്ട്. പക്ഷെ അത് നമ്മൾ ആളുകൾ എത്തിയില്ല എന്ന് പറയുമ്പോൾ ഒരു വിഷമമുണ്ടല്ലോ. കാരണം അത് തിയേറ്ററിലാണെങ്കിലും അത്ര വലിയൊരു മീൻസ് നമുക്ക് അങ്ങനെ ഒരു ഇപ്പം നെറ്റ്ഫ്ലിക്സ് ഓൾറെഡി അത് പടം വരുമ്പോൾ നെറ്റ്ഫ്ലിക്സ് എന്ന് കൊണ്ടാണ് വന്നത്. ഇപ്പം തിയേറ്ററിൽ ജസ്റ്റ് റിലീസ് ചെയ്യുന്നല്ലാതെ അത് തിയേറ്റേഴ്സിൽ നമുക്ക് വലിയ പോസ്റ്റേഴ്സ് അങ്ങനെ വലിയൊരു പരിപാടിയിലേക്ക് ഒരു ഭയങ്കര ബാങ്ക് നമുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം നെറ്റ്ഫ്ലിക്സ് ഓൾറെഡി പ്രീവിയസ്നെസ്സിലാണ്. അപ്പം നെറ്റ്ഫ്ലിക്സിൽ വന്നപ്പോൾ പോലും ഇപ്പോഴും ആളുകൾ അത് കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ രേഖാചിത്രത്തിലൂടെ കിട്ടിയൊരു ഗുണം വെച്ചാൽ ഇപ്പം അതും എല്ലാവരും കാണുന്നുണ്ട്. രേഖ ഇറങ്ങിയപ്പോൾ എന്നെ സെർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ രേഖയും അപ്പം രേഖാചിത്രം എല്ലാം അപ്പം അത് രേഖാചിത്രം ഭയങ്കര സന്തോഷമായി ഹിറ്റ് കിട്ടിയപ്പോൾ ഇതും ആളുകൾ കാണുന്നുണ്ട്. ഇപ്പം രേഖാചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ വായിക്കുന്ന സമയത്ത് മനോജ് കെ ജെന്റെ ചെറുപ്പമാണ് അഭിനയിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു ഒരു എക്സൈറ്റ്മെന്റ്? സത്യം പറഞ്ഞ എനിക്ക് അങ്ങനെ മനോജേട്ടനെന്ന് പറഞ്ഞ മനോജേട്ടനാന്ന് അറിയാത്. അപ്പൊ ഞാൻ പക്ഷെ എനിക്കൊരു പേടിയുണ്ട് ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക. കാരണം മനോജേട്ടൻ എന്ന് പറയുമ്പോൾ കിട്ടലൻ ആക്ടറാണ്, അറിയാലോ. അനന്തഭദ്രൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ അതൊക്കെ ഉണ്ട് നമ്മൾ ഭയങ്കര. പിന്നെ അതെ പുള്ളി നമ്മൾ ഭയങ്കര ദിഗംബരൻ. പിന്നെ അതേപോലെ തന്നെ പുള്ളിയുടെ എല്ലാ പണ്ടത്തെ സിനിമകളൊക്കെ നമ്മൾ മനോജ് കെ ജെന്റെ ആക്ഷൻ പടം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണ്ട് കണ്ടുകൊണ്ട്. അപ്പം എനിക്കിത് എങ്ങനെ പ്ലേസ്. അപ്പം ഞാൻ കുറെ മനോജേട്ടൻ്റെ കുറെ പരിപാടികളൊക്കെ നോക്കി. അപ്പം എൻ്റെ അടുത്ത് ജോഫിൻ പറഞ്ഞു, നീ വക്കച്ചെന്ന് പറഞ്ഞ ക്യാരക്ടർ പരിപാടി പിടിച്ചാൽ മതി, അല്ലാതെ മനോജേട്ടൻ്റെ മാൻഡ്രസം പിടിക്കേണ്ടതാണ്, ഇമിറ്റേഷൻ വേണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ. അപ്പം ഞാൻ എനിക്ക് തോന്നിയൊരു സാധനം പറഞ്ഞപ്പോൾ ഞാനൊരു സാധനം ഓട്ടോമാറ്റിക് ചെയ്തു. പക്ഷേ സ്ക്രീനിൽ വന്നപ്പം മനോജേട്ടനെ വിളിച്ചെൻ്റെ അടുത്ത് പറഞ്ഞടാ രസമായി. പുള്ളി എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു എനിക്ക് ഭയങ്കര കുറെ പേര് ചോദിച്ചു ഇപ്പൊ പുള്ളിനെ പോലെ സിമിലാരിറ്റി ഉണ്ടെന്ന് ഫീൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അതെ അപ്പൊ ഞങ്ങൾ സിമിലാരിറ്റി ഇപ്പം റീസെന്റ് നമ്മൾ ഹൈലൈറ്റ് മാൾ പോയ സമയത്ത് ഞങ്ങൾ നിൽക്കുമ്പോൾ എന്റെ ഫ്രണ്ട്സ് പറയാം നിങ്ങൾ രണ്ടുപേരും അച്ഛനെയും മോനെ പോലെ കാണാൻ, ഞങ്ങൾക്ക് ഒരേ പോസ്റ്റിൽ ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ഭാഗ്യമാണ് നമുക്ക് അങ്ങനെയൊക്കെ ആ ഒരു ക്യാരക്ടർ വർക്കായതും ആളുകൾക്ക് അങ്ങനെ ഒരേപോലെ കാണാൻ തോന്നുന്നു പറഞ്ഞതൊക്കെ ഭയങ്കര സന്തോഷം. ഈ സിനിമയ്ക്ക് വേണ്ടി മീശയും താടി പോയപ്പോൾ അതൊരു പിന്നെ സത്യം പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് വിഷമില്ല കേട്ടോ. ആസിക്കനോട് പറഞ്ഞു അത് നീ ആ ലുക്കിൽ കുറച്ച് നല്ല രസമുണ്ട്. അപ്പൊ ഞാൻ സത്യം എനിക്ക് അപ്പം ഭയങ്കര വിഷമമുണ്ടായിരുന്നു. കാരണം അച്ഛന് പുറത്തിറങ്ങുകയാണെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസും കുറയും. കാരണം താടിയിൽ മീശയിലാണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. പക്ഷേ സിനിമ അറിയുമ്പോൾ ഞാൻ ഒരു വർഷത്തോളം ഞാൻ താടി മീശയില്ലാതെ, കാരണം അതിൻ്റെ ഇടയ്ക്ക് വേറെ പടങ്ങളും ഞാൻ ചെയ്തായിരുന്നു. അപ്പം എല്ലാത്തിലും ഒരേ ഗെറ്റപ്പാ. അപ്പൊ ഈ പടങ്ങൾ നീടുമ്പോൾ എൻ്റെ താടി മീശയും ഇടയ്ക്കിടയ്ക്ക് മുറിയും. പക്ഷെ ഹാപ്പിയാണ്. ഇപ്പോൾ പടം ഇറങ്ങിയപ്പോൾ എനിക്ക് വക്കച്ചൻ ക്യാരക്ടർ വർക്കായതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ചാക്കോച്ചന്റെ ഒരു സിനിമയില് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പൊ രേഖാചിത്രത്തിലേക്ക് വിളിക്കുന്നതും. അപ്പോഴാണ് നമുക്ക് ഈ മീശയും താടിയും പറ്റില്ല എന്നുള്ളൊരു സാധനം പറയുന്നത്. അപ്പൊ ആ ക്യാരക്ടറിന്റെ കണ്ടിന്യൂഷൻ, ആ പടത്തിലെ ക്യാരക്ടറിന്റെ അത് അവര് ഭയങ്കര സപ്പോർട്ട് ചെയ്തു തന്നെ ഭയങ്കരമായിട്ട്. ഞാൻ അറിഞ്ഞു ആ പടത്തില് പോലീസുകാരന്റെ ക്യാരക്ടറായിരുന്നു, മീശയില്ലാത്ത പോലീസ് മതി ഞങ്ങൾക്ക്. അതെ 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 അത് ഞാൻ ജിത്തു അഷ്റഫ്, പിന്നെ മാർട്ടിൻ ചേട്ടൻ, ജിനീഷ് ചേട്ടൻ നമ്മുടെ അസോസിയേറ്റും, അതേപോലെ എല്ലാവരും അവിടെ രഞ്ജിത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ക്രൂവും അതേപോലെ തന്നെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഷാഹിദ് കബീറിനോട് ചോദിച്ചു. അപ്പോൾ ഷാഹിദ് കബീറിൻ്റെ അടുത്ത് ഞാൻ പുള്ളിക്ക് മീശയില്ല, പുള്ളി പോലീസായിരുന്നു. പറഞ്ഞു കുഴപ്പമില്ല മീശ അടിച്ചാലും കുഴപ്പമില്ല. അപ്പം പിന്നെ അവരാണെങ്കിലും ഈ ക്യാരക്ടർ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, നീ അത് മിസ് ചെയ്യണ്ട. അപ്പം അത് അവർ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് പടം ചെയ്യാൻ പറ്റും. അവർ എന്നോട് പറയും ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇപ്പോഴും ഞാൻ എല്ലാവരും വിളിച്ച് താങ്ക്സ് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇതെനിക്ക് ചെയ്യാൻ പറ്റിയത്. സോ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കുഴപ്പമില്ല. പിന്നെ ആ പടം അതും കിട്ടലും പടമാണത്. അതും ഇനി ഇറങ്ങുമ്പോൾ നല്ല അതിലൊരു ചാക്കോച്ചന്റെ കൂടെയുള്ളൊരു ത്രൂ ഔട്ടുള്ളൊരു ക്യാരക്ടർ പരിപാടി, അത് നല്ലൊരു സിനിമയാണ്. അപ്പം വീണ്ടും നമ്മളിങ്ങനെ പറന്ന് ചെല്ലാൻ, ഈ പറന്ന് ചെല്ലാൻ പറ്റാത്ത കാടുകളിലൂടെയുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ ഇതില്? ആഗ്രഹിച്ചിട്ട് നടക്കാത്ത എന്തോ അങ്ങനത്തെ കുറച്ച് എലമെന്റ്സ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞ സ്പോയിലർ ആവും. അതുകൊണ്ട് അത് അങ്ങനത്തെ കുറച്ച് നമ്മളൊരു കുറച്ച് എന്താ പറയാ സ്ത്രീകളുടെ ഒക്കെ കുറച്ച് ഫ്രീഡത്തിനെ പറ്റിയിട്ട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ പഴയ കാലത്ത് പണ്ടുണ്ടായിരുന്ന ഒരു കുടുംബങ്ങളിൽ നടക്കുന്ന കുറെ വിഷയങ്ങളെ പറ്റിയൊക്കെ, ഇപ്പത്തെ അല്ല പണ്ടത്തെ വിഷയങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുന്ന കുറെ എലമെന്റ്സ് ഈ സിനിമയിലുണ്ട്. ഇതൊരു പ്യുവർ ലവ് സ്റ്റോറി മാത്രമല്ല, ഇത് ലവ് പ്ലസ് ഫാമിലി പടമാണ്. ഇതൊരു കുടുംബ സിനിമയാണ്. പൊതുവെ കണ്ടുവരുന്ന ഒരു ക്ലീഷേ പാറ്റേൺ ആയിരിക്കില്ല. ക്ലീഷേ അല്ല, കുറച്ച് ഞാൻ പറയും ഇതൊരു ഇപ്പൊ ഞാൻ വന്നപ്പോ നമ്മളിപ്പോ കാണുന്ന ഒരു ചിൽ പടങ്ങളിലോ അല്ല, ഇത് ഇച്ചിരി ഒരു ഫാമിലി ഓറിയന്റഡ് പടമാണ്. എല്ലാ ഫാമിലിക്കും പോയി കാണാൻ പറ്റും. അല്ലെങ്കിൽ കുറെ ഇപ്പം പഴയ ആളിപ്പം എനിക്ക് തോന്നുന്നു പഴയ ആളുകൾ അനുഭവിച്ച കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ പല ആഗ്രഹങ്ങളും ഉള്ളിൽ വെച്ചിട്ട് ഇപ്പോഴും ജീവിക്കുന്ന കുറെ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനത്തെ ആളുകളൊക്കെ കാണുമ്പോൾ ശരിക്കും അവർക്കത് ഫീൽ ചെയ്യും. കാരണം ഇപ്പൊ നമ്മളാണെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ വിചാരിച്ചിട്ട് പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ.
അപ്പോൾ അതൊക്കെ ഉള്ളിലുള്ള കുറേ ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഈ സിനിമയിൽ കുറച്ചും കൂടി അവർ അത് കാണിക്കുന്നുണ്ട്. അതാണ് അങ്ങനത്തെ ഒരു എലമെന്റ് ഈ സിനിമയിലുണ്ട്. പിന്നെ എൻ്റെ ലവ് സ്റ്റോറി ഉണ്ട്. ഓക്കെ. ഇപ്പം രേഖാചിത്രത്തിന് ഇറങ്ങി പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മമ്മൂട്ടി എപ്പോഴെങ്കിലും വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തിരുന്നോ? മമ്മൂക്ക് വിളിച്ചിട്ടൊന്നുമില്ല. മമ്മൂക്കനെ കണ്ടു. മമ്മൂക്കന്റെ വീട്ടിൽ പോയി. മമ്മൂക്കന്റെ വീട്ടിൽ പോയി ഫസ്റ്റ് നമ്മൾ പടം കഴിഞ്ഞ അന്ന് തന്നെ ഫസ്റ്റ് ഡേ തന്നെ മമ്മൂക്കയുടെ വീട്ടിൽ പോയി. നമ്മൾ കണ്ടു. ഞാനൊക്കെ മറ്റേ മമ്മൂക്ക നമ്മളിങ്ങനെ അത്ര ക്ലോസ് ആയിട്ട് കണ്ടിട്ടില്ലല്ലോ. നമ്മൾ ഇങ്ങനെ കാണാൻ ശ്രമിച്ചിരിക്കുന്നവരെ മമ്മൂക്കനെ കാണാൻ പറ്റില്ല. മമ്മൂക്കനെ വീട്ടിൽ പോയി നമുക്ക് എല്ലാവരും എന്താ ചെയ്യുന്നു, എന്താ പേര് എന്നൊക്കെ എല്ലാവരും സംസാരിച്ചു. ഞാൻ അങ്ങനെ ഇരിക്കുന്നു. അതിൻ്റെ ഫുള്ളി ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ ഞാൻ അങ്ങനെ ഓക്കെ മമ്മൂക്ക പടം ഇങ്ങനെ ഇന്ന ക്യാരക്ടർ ഞാൻ ചെയ്ത മമ്മൂക്ക ഒരു പടം ഞാൻ കണ്ടിട്ട് പറഞ്ഞു. ഓക്കെ. അതിനുശേഷം പിന്നെ നമ്മൾ സക്സസ് മീൽ മമ്മൂക്കനെ കണ്ടു. അത് ആക്ച്വലി പുള്ളി കേക്ക് ഇടുന്നൊരു മൊമെന്റ് ആയതുകൊണ്ട് എനിക്കിത് പുള്ളി എന്തോന്ന് പറഞ്ഞായിരുന്നു. എന്താ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാനത് മൊത്തത്തിൽ വേറൊരു വേൾഡിലായിരുന്നു. സോ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. കേക്ക് കിട്ടുന്നു. അയ്യോ ഓർമ്മയില്ല, ഒന്നും ഓർമ്മയില്ല ആ സമയത്ത്. എന്തോ പറഞ്ഞു. പക്ഷെ ഭയങ്കര ഹാപ്പി മൊമെന്റ് ആണ്. മമ്മൂക്കനെ കാണാൻ പറ്റിയത് തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. അല്ല, ആസിക്ക മോസ്റ്റ്ലി എല്ലായിടത്തും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മനുഷ്യനെ. കാരണം എനിക്കറിയില്ല എന്താ പുള്ളി എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. പുള്ളിക്ക് ഭയങ്കര ജെം എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഞാൻ ഇങ്ങനൊരു ആക്ടറെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാരണം എല്ലാവരും ഇപ്പം എനിക്ക് കുറേ സുഹൃത്തുക്കളുണ്ട് സിനിമകളിൽ. പക്ഷെ പുള്ളി എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഞാൻ കുറേ സ്ട്രഗിൾ, ഇപ്പോൾ പുള്ളിയും സ്ട്രഗിൾ ചെയ്ത് വന്നൊരു മനുഷ്യനാണോ. അപ്പം ആസിഫിക്ക് നമ്മളൊരു പെയിൻ മനസ്സിലാവുമെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളി ഇപ്പോൾ എവിടെ ആണെങ്കിലും ഇപ്പോൾ പറഞ്ഞ ഒരു പുള്ളി ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം നടന്നു വരികയാണെങ്കിൽ ഇപ്പം തിയേറ്റർ വിസിറ്റിന് പോകുന്ന സമയത്തും വരുമ്പോൾ പുള്ളി നമ്മൾ വിളിക്കും, എടാ ഉണ്ണി എന്ന് വിളിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ളൊരു, കാരണം അത്രയും ക്രൗഡിൽ പുള്ളി നമ്മളെ നോട്ടീസ് ചെയ്യാന്ന് പറയുമ്പോൾ അത് അത്രയും നല്ലൊരു ഹേർട്ടുള്ളൊരു മനുഷ്യന് അത് പറ്റുള്ളൂ. ഹീസ് എ റിയലി ജെം. ഓക്കെ. ഉണ്ണീന്റെ കരിയർ മാറ്റിമറിച്ചു, ഈ കൊല്ലം കൊണ്ട് മാറ്റിമറിച്ചു രേഖാചിത്രം. അറിയില്ല, പടങ്ങൾ വരട്ടെ. ഓക്കെ. റീസെന്റ് ആയിട്ട് ഇറങ്ങുന്ന ഏത് പടം ഇനിയുള്ളത് ഉണ്ണിയുടെ? എന്റെ ഇനി പറന്ന് ഈ മാസം 31. പിന്നെ ഓഫീസർ ഇറങ്ങാനുണ്ട് ചാക്കോച്ചന്റെ. പിന്നെ മീശ എന്ന് പറഞ്ഞ പടമുണ്ട്. അത് നമ്മുടെ വികൃതിയുടെ ഡയറക്ടറുണ്ട് ജോസഫേട്ടന്റെ പടമാണ്. അതിൽ ഞാൻ മെയിൻ കതിർ, ഹക്കീമുണ്ട്, സുധിച്ചേട്ടുണ്ട്, ഷൈൻ ടോം, പിന്നെ ഞാനൊരു ക്യാരക്ടർ, നല്ല ക്യാരക്ടർ പരിപാടിയാണ്, ഒരു ക്യാരക്ടർ അതിൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ റീസെന്റ് ഇനി ഇറങ്ങാനുള്ളത്. പിന്നെ ഇപ്പോൾ ഒരു പടം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഷെഡ്യൂൾ ബ്രേക്ക് ആയിട്ടുണ്ട്. പ്രൊഡക്ഷൻ നമ്പർ 1 ആണ്, പേരിട്ടില്ല. അതിനിപ്പോൾ ഈ രേഖാചിത്രം കഥ പറയുന്ന സമയത്ത് പേരുണ്ടായിട്ടുണ്ടായിരുന്നില്ലല്ലേ? ഇല്ല. അപ്പൊ ഞാനിത് കേട്ടപ്പോൾ ഞെട്ടി. രേഖാചിത്രം. അപ്പൊ രേഖയിലാണ് എന്റെ ഭാഗ്യം. അടുത്തത് രേഖയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അവിടെ. ഓക്കെ. അപ്പൊ ഉണ്ണി പറന്ന് ചെല്ല ജനുവരി 31 ഇറങ്ങുന്ന സിനിമ ഉണ്ണിയുടെ ലൈഫിൽ വലിയ വിജയമാവട്ടെ, രേഖാചിത്രം പോലെ തന്നെ. താങ്ക് യു സോ മച്ച്.